ഫാദർ ആന്റണി അറയ്ക്കൽ, ഇങ്ങനെയാണ് മന്ത്രിയുടെ വാക്കുകൾ പോകുന്നത്. ജനാധിപത്യ വിരുദ്ധമായ നിലപാട്, അഹങ്കാരം, സർക്കാരിനോടുള്ള വെല്ലുവിളി. ഒപ്പം ഒരു അഭിഭാഷക എപ്പോഴും സംസാരിക്കുന്നത് അവരുടെ കക്ഷിക്ക് വേണ്ടിയാണ്. അത് സ്കൂളാണെങ്കിൽ സ്കൂളിന് വേണ്ടിയാണ്. ഇത് മറിച്ച് അഡ്വക്കേറ്റ് വിമല ബിനുവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായതെന്നാണ് മന്ത്രി പറയുന്നത്. ഓക്കെ, നമ്മള് അതൊന്നും മാറ്റി നിർത്തിയിട്ട് നമുക്ക് നിയമത്തിന്റെ വശത്തിലൂടെ പോയാൽ പോരെ? നമുക്ക് രാഷ്ട്രീയം അതിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? കാരണം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ കാര്യത്തിൽ കൃത്യമായുള്ള ഓർഡർ ഹോം മിനിസ്ട്രി ഇറക്കിയിട്ടുണ്ട്. കേരള ഹോം മിനിസ്ട്രി തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് യൂണിഫോം എന്നുള്ളത്. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹിജാബ് അനുവദിക്കാനായിട്ട് കേരളത്തിലെ ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു സംവിധാനത്തിന് പറ്റില്ല എന്ന് കൃത്യമായിട്ട് അതിൽ റീസൺ കൊടുത്തിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ആ നിയമവശത്തിലൂടെ മാത്രം നമ്മൾ പോയാൽ പോരെ? നമ്മൾ ബാക്കി എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മന്ത്രിക്ക് കിട്ടുന്ന റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അപ്പോ ആ റിപ്പോർട്ട് എന്താണ് വളച്ചൊടിച്ചു കൊടുക്കുന്നവരെയല്ലേ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്? മന്ത്രിനെ അല്ലല്ലോ ചോദ്യം ചെയ്യേണ്ടത്. ഫാദർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ കാര്യത്തിലുള്ള ഈ ഉത്തരവ് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ പോലീസ് സേന തന്നെ എടുത്താൽ, പോലീസ് സേനയിൽ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം സ്ത്രീകളും ഉണ്ടല്ലോ. അവരൊരിക്കലും സ്കാർഫ് ധരിക്കാറില്ല. അത് പോലീസിന്റെ യൂണിഫോമാണ്. അത് നമുക്കറിയാം. അതുപോലെ അല്ലല്ലോ സ്കൂളുകളിൽ പലപ്പോഴും നമുക്കറിയാം മാനേജ്മെന്റുകൾ തന്നെ ഇത്തരത്തിലുള്ള ചില ഇളവുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും വരുന്ന സ്ഥലമായതുകൊണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ സമീകരിച്ച് കാണാൻ കഴിയുമോ? SPCക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവും ഇതും കൂടി അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോമിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ യൂണിഫോമിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക വിധിയിൽ നമ്മുടെ കേരളത്തിലെ വിധിയിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ സ്കാർഫ് ഇടുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുദ്ധിമുട്ടുള്ളത് എവിടെയാണ്? ഗവൺമെന്റ് ഫണ്ട് ഇല്ലാതെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് അവരുടേതായ നിയമങ്ങൾ നടത്തുവാനുള്ള അവകാശമുണ്ട്. ആ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? പിന്നെ കൊച്ചി പള്ളുരുത്തി എടുക്കുക. ഈ പള്ളുരുത്തിയുടെ ചുറ്റും ഈ സ്കൂളിന് ചുറ്റും 3 മുസ്ലിം സ്കൂളുകളില്ലേ? അപ്പൊ ഇഷ്യൂ ഹിജാബ് അല്ലല്ലോ. ഇഷ്യൂ എന്താണ്? ഇഷ്യൂ ഇവിടെ വന്ന് ഹിജാബിനെ കുറിച്ച് തല്ലുപിടിക്കണമെന്നല്ലേ? ഇനി സുപ്രീം കോടതിയിലെ വിധിയിൽ ഒരു വശത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഇത് അനുവദിക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തി കൂടി പറഞ്ഞത് ഈ കുട്ടിക്ക് അവിടെ അനുവാദം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ആ കുട്ടിയെ വേറൊരു സ്ഥാപനത്തിൽ അയച്ച് പഠിക്കാനുള്ള അവസരം നഷ്ടമാകും. അതുകൊണ്ട് ഇത് അനുവദിക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കേരളത്തിലെ എല്ലാ 1 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാലും 3 സ്കൂളെങ്കിലും വരും. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ബലം പിടിച്ച് അലമ്പാക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഒരു 20 വർഷത്തേക്കൊന്നും പുറകിലോട്ട് ചിന്തിക്കുക. നമുക്കിവിടെ ഈ ഹിജാബ് എന്ന് പറയുന്നതോ സ്കാർഫ് എന്ന് പറയുന്നതോ ഇതൊക്കെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിരുന്നു. അപ്പൊ ആരും ഇതിനെതിരുമായിരുന്നില്ല. പക്ഷെ ഇപ്പോ സംഘടിതമായിട്ട് വരുമ്പോ ആ രീതിയിൽ തന്നെ തിരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. അത് ആരുടെ അജണ്ട ആണെന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. ഇതിപ്പോ മന്ത്രി ഈ വിഷയങ്ങളെ മുഴുവൻ കാണുന്നത്, ഇപ്പോ അങ്ങ് പറയുന്ന ഈ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടി ഒരാവശ്യമായി വരുന്നു, അത് സ്കൂളിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ആയി മാറുന്നു. പക്ഷേ മന്ത്രി ഇതിനെ എടുത്തിട്ടുള്ളത് ഇതിനു പിന്നിൽ ഈ മാനേജ്മെന്റിനും സ്കൂളിനുമൊക്കെ ചില താല്പര്യങ്ങളുണ്ട്, സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? ആ സർക്കാരിന്റെ NOC വിഷയത്തിലൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടല്ലോ, NOC റദ്ദാക്കാൻ അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പരസ്യമായൊരു സ്കൂളും സർക്കാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കല്ലേ പോവുക? നമ്മളെന്തിനാ യുദ്ധമാകുന്നത്? ഇതിന് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതിന് വിഷയമായിരിക്കണത്. ഉദാഹരണത്തിന് എടുക്കുക, കഴിഞ്ഞ ദിവസം ഹൈബി ഈഡനും മറ്റുള്ളവരും കൂടി ഒരു പ്രസ്താവന ഇറക്കി.
അപ്പൊ കോൺഗ്രസ് ആണ് എന്ന് വിചാരിച്ചിട്ട് മന്ത്രി അതിനെ ഒപ്പോസ് ചെയ്തു. പക്ഷെ ശരിക്കും സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ മറ്റു PTA ബാക്കിയുള്ളവരോ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ പിന്നെ സ്കൂളിനെ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്തിരിക്കുന്നു? പിന്നെ അവിടുത്തെ വക്കീലിന്, കോൺഗ്രസ്സുകാരനാണെങ്കിൽ വക്കീലാകാൻ പാടില്ലേ? പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ വക്കീലാകാൻ പാടില്ലേ? അപ്പൊ അത് ഇതിൽ കുത്തിത്തിരിയത് ആരാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. മന്ത്രി പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മന്ത്രി അങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ വിഷയത്തിൽ ഇപ്പോ മന്ത്രിയുടെ നിലപാടിൽ തന്നെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ News 18 ആണ് ഇപ്പോ എന്നെ വിളിച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടെന്ന് വിചാരിക്കും. അതല്ലല്ലോ നിയമം, ശരിയല്ലേ? അതെ. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ 3 ദിവസം ന്യൂസ് കൊടുത്തപ്പോ എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചു, വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചു. ഇന്നലെ അഡ്വക്കേറ്റ് പ്രശാന്ത് വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറയുകയും ചെയ്തു, ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമം, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക, എല്ലാവരും പരസ്പരം സഹകരിച്ചു പോയി കഴിഞ്ഞാൽ കേരളം ഇത്തിരി സുന്ദരമായിട്ടുള്ള രാജ്യമായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു മാധ്യമ പ്രവർത്തകൻ വളച്ചൊടിച്ച് വാർത്തയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഇഫക്റ്റ്? ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ ഫാദർ? അതെങ്ങനെ ഉണ്ടാവുമെന്നാണ്? ഇനിയിപ്പോ നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ അങ്ങ് പോകാം, അങ്ങനെയാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഒന്നും മിണ്ടാതെ കഴിഞ്ഞാൽ ഇതിന് പരിഹാരമായി എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പോഴും സ്കൂളിന്റെ റൈറ്റ് അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് ആ സ്കൂളിന് ഒരു അവകാശം കൂടിയുണ്ട്. ആ അവകാശം സംരക്ഷിക്കപ്പെടണം. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നം ഇതിപ്പോ ഇന്നത്തെ ദിവസം അല്ലല്ലോ, നമുക്കറിയാം ഫാദർ, ഇനി അങ്ങോട്ടും ഇത്തരം ആവശ്യങ്ങൾ വരും. ഇന്നലെ SDPIയുടെ റിലീസ് അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആവശ്യങ്ങൾ ഇനിയും ഉയർന്നു വരും. ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് മതത്തിൽപ്പെട്ട കുട്ടികളൊക്കെ പരസ്പരം കലർന്ന് പഠിക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരം. അപ്പൊ ആ സാഹചര്യത്തിൽ ഇതിന് ഒരു കൃത്യമായ ഒരു ധാരണ വേണമല്ലോ. നാളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ വീണ്ടും ഇതൊക്കെ ആവർത്തിക്കപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിരുന്ന ഒരു കാര്യം, നമ്മൾക്ക് എന്താണ് സ്റ്റാഫ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഹിജാബ് എന്ന് പറയുന്നതോ നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ കാണുന്ന ഹിജാബ് നമ്മൾ ഉദ്ദേശിച്ച ഹിജാബുകളല്ല കേരളത്തിൽ കാണുന്ന ഹിജാബുകൾ. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒരു കുട്ടിക്ക് ഇതിപ്പോ നമ്മളെപ്പോഴും മുൻപ് നടന്നതും അല്ലെങ്കിൽ അപ്പോ നടക്കുന്നതും ഒക്കെ ചേർത്ത് വായിക്കുകയാണ് നമ്മുടെ ഒരു പതിവ്. പക്ഷേ ഒരു കുട്ടിക്ക് എനിക്ക് മനസ്സിലായി, അങ്ങ് ഉദ്ദേശിച്ചത് മനസ്സിലായി. പക്ഷെ ആ ഹിജാബാണോ ഈ ഹിജാബ് എന്ന് ചോദിച്ചാൽ, ഈ ഹിജാബ് മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ലാത്ത ഹിജാബാണെന്ന് ആ കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാവും പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുത്തേ മതിയാവും? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ചോദിച്ച ഹിജാബ് ആ കുട്ടിയുടെ പ്രശ്നത്തിന്റെ അല്ല ചോദിച്ചത്. പ്രശ്നം വരുന്നത് എവിടെയാണ്? ഒരു മത സംവിധാനം വന്ന് പറയുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഹിജാബ് ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് പറയാൻ ഇവിടെ നിയമമുണ്ടോ എന്നാണ് എനിക്ക് ചോദിച്ചത്. അല്ലാണ്ട് ഒരു കുട്ടിയുടെ മറ്റു കുട്ടിയുടെ അല്ല. അല്ല, എനിക്ക് മനസ്സിലായി, ഫാദർ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ഈ കുട്ടിയുടെ പ്രശ്നം പരിഗണിക്കാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. അല്ല, ഈ കുട്ടിയുടെ അല്ലല്ലോ പ്രശ്നം. ഈ ഒരു കുട്ടിയുടെ പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സെപ്ഷൻസ് എന്തോരം വേണമെങ്കിലും ആകാമായിരുന്നു. പക്ഷെ പ്രശ്നം അവിടെയല്ലല്ലോ ഇത്. കാരണം ഇതിന് പുറകിൽ ഒരു SDPI എന്നുള്ളൊരു ഏജൻസിയും അതിനോടനുബന്ധിച്ച് മറ്റുള്ള ഒത്തിരി പേരും വരുമ്പോ പ്രശ്നം ഈ കുട്ടിയുടെ അല്ല. ബോധപൂർവം ഈ കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് ചേർത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആ കുടുംബം നിന്നു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ നോക്കിയിട്ടുമില്ല. പക്ഷേ ഈ കുട്ടി 4 മാസം ഇവിടെ ഇതൊന്നും കുഴപ്പമില്ലാതെ വന്നിരുന്നാണെന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ കുട്ടിയെ ഉപയോഗിക്കുക അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, ആ സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടിയേ ഉള്ളൂ. ഏതാണ്ട് 100-ലധികം കുട്ടികളുണ്ട് അല്ലേ? അല്ല, അപ്പൊ എന്താ ഇത് മതത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ ഇത് അതിപ്പോ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ആവില്ലേ ഫാദർ? ചിലർക്ക് സ്കാർഫ് ധരിക്കുന്നത് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ല, നമ്മൾ മതത്തിന്റെ താല്പര്യമല്ലേ പറഞ്ഞത്, കുട്ടിയുടെ താല്പര്യമല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഈ കുട്ടിയുടെ താല്പര്യത്തെ കുറിച്ചാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇൻഡിവിജ്വൽ കുട്ടിയുടെ താല്പര്യം വെച്ചിട്ടാണോ ഒരു സ്ഥാപനം നടത്തേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നിയമത്തിന് രീതിയിലാണോ നമുക്ക് സ്ഥാപനങ്ങൾ നടത്തേണ്ടത്?
ഫാദർ ഇനി എന്ത് ചെയ്യും? അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഇന്നും ആ കുട്ടി വന്നിട്ടില്ല, അസുഖമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇന്ന് സ്കൂളിന്റെ ഭാഗത്തു നിന്നൊന്നും വലിയ രീതിയിലുള്ള പ്രതികരണം ഇല്ല. അവർ വിചാരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കുക തന്നെയാണ് വേണ്ടത്. ഇത്തരം അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞു നിന്നത്. മിനിഞ്ഞാന്ന് അവള് പറഞ്ഞു നമുക്ക് ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാം. അപ്പോ ആ കുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞു കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ഞാൻ അതിനനുസരിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഇത് പ്രശ്നങ്ങളിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങളിലേക്ക്. ഇത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഫാദർ ആന്റണി, എന്നാൽ ഞാൻ ഒരൊറ്റ ചോദ്യത്തിൽ അത് റാപ്പപ്പ് ചെയ്യാം. അതായത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ, ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവന അടക്കമുള്ള നിലപാടിൽ നിങ്ങൾ സംതൃപ്തരാണോ? അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യത്തെ നിയമം എന്താണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ നിയമം അനുസരിച്ച് നിയമം അനുവദിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സ്ഥാപനങ്ങളെയും മറ്റുള്ള സിസ്റ്റത്തിനെയും അനുവദിക്കുക. ഇത്രയും മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതില് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ ഈ പറഞ്ഞ കത്തോലിക്ക മാനേജ്മെന്റ് തന്നെയല്ലേ നടത്തുന്നത്, കൂടുതൽ നടത്തുന്നത് കത്തോലിക്ക മാനേജ്മെന്റ് തന്നെയല്ലേ. അവിടെ എല്ലാം ഈ സ്കാഫിട്ട് കുട്ടികൾ വരുന്നില്ലേ. പക്ഷെ ചില നിയമങ്ങള്, അനുവദിക്കുന്ന നിയമങ്ങള് അവരുടേതായ രീതിയിൽ വെക്കുമ്പോ അവർക്ക് ആവശ്യമുള്ളവർ വന്നാൽ പോരെ. നമ്മൾ അതല്ല ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയുമ്പോ അത് എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന രീതി ശരിയാണോ? കേരളത്തില് എല്ലാ 100 കിലോമീറ്ററിൽ മിക്കവാറും 3 സ്കൂളുകൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഈ സ്കൂളുകളെല്ലാം നമുക്ക് അവൈലബിൾ അല്ലേ? ഇത് ചെയ്ത് അപ്പോ ഇന്ന സ്ഥലത്ത് ഇന്ന രീതി ചെയ്യണമെന്ന് പറയുന്നത് അത് ആരുടെ യുക്തിയാണ്? അതായത് ആ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ, ആ സ്കൂളിന്റെ നിലവിലുള്ള രീതികൾ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതാണ് നല്ലതെന്നാണ് അങ്ങും പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങയുടെ വാക്കുകളുടെ അർത്ഥം അതാണ് അല്ല, ഞാൻ പറഞ്ഞത് മറിച്ചാണ്. ഇവിടെ തന്നെ വന്നം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഉദ്ദേശിക്കുന്നത് ഇവിടെ മോശമാക്കാനാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ശരി, എന്തായാലും ഇനി നിയമത്തിന്റെ വഴി അല്ലേ? നിയമത്തിന്റെ വഴിയല്ല, ഓൾറെഡി നിയമത്തിന്റെ വഴിയിലൂടെയാ പോയിരിക്കുന്നത്. അത് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞു. അപ്പൊ ഹൈക്കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോ ഹൈക്കോടതി പറഞ്ഞു ഇത് എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ ഓർഡർ വന്നു കഴിഞ്ഞു, അടുത്ത ഇത് അവിടെ പറയും. അപ്പൊ കേരളത്തിൽ എന്താണോ നിയമവ്യവസ്ഥയുള്ളത്, അല്ലെങ്കിൽ എന്താണ് രാജ്യത്ത് എന്താണോ നിയമവ്യവസ്ഥയുള്ളത്, ആ രീതിയിൽ പോകട്ടെ. നമ്മളെന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കേണ്ട ആവശ്യം തിരിക്കുന്നു. എല്ലാ ഭാഗത്തുനിന്നും അപ്പോൾ ഒരു സംയമനം വേണം. തീർച്ചയായിട്ടും വേണം. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേണം, മന്ത്രിയുടെ ഭാഗത്തുനിന്നും വേണം, ഒപ്പം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റു കക്ഷികളുടെ ഭാഗത്തുനിന്നും വേണം. തീർച്ചയായിട്ടും വേണം. ശരി, വളരെ നന്ദി ഫാദർ ആന്റണി അറക്കൽ പ്രതികരിച്ചതിന്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ KCBCയുടെ എഡ്യൂക്കേഷണൽ വിഭാഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ ആന്റണി അറക്കൽ സംസാരിച്ചാണ് നമ്മൾ കേട്ടത്. അവർക്ക് അസംതൃപ്തികളുണ്ട്, ഒരുപക്ഷെ അവരത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രി അതിനെ ഒരു വ്യക്തിപരമായി ഇന്നലെ മന്ത്രിക്കെതിരെ നടത്തിയ വെല്ലുവിളികളെയായി, സർക്കാരിനെതിരെ നടത്തിയ വെല്ലുവിളികളായി ഒക്കെയാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ഈഗോ പ്രശ്നം അത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടുമോ? അതായത് മാനേജ്മെന്റ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിലും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറാകുന്നില്ല. മാത്രമല്ല മാനേജ്മെന്റ് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് മുകളിൽ അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നതിലൂടെ അതൊരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനത്തിന്റെ പ്രതിഫലനം മറ്റ് ആ സഭയുടെ കീഴിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യം വരുന്നത് തന്നെ ഈ വിഷയത്തിൽ നയപരമായ ഒരു ഇടപെടലായിരിക്കും ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ പ്രശ്നം അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കാനുള്ള ചർച്ചകളിലേക്കായിരിക്കും കടക്കുക. കാരണം ഇത് രാഷ്ട്രീയമായി കൂടി ഒരു വിഷയമായി, ആയുധമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതിൽ വലിയ അമർഷമുണ്ട് സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം തുറന്നു കാട്ടിക്കൊണ്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.
ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് പ്രശ്നങ്ങൾ തീർന്നു എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇന്നലെ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സ്കൂളിന്റെ പ്രിൻസിപ്പലും അഭിഭാഷകയും നടത്തിയ വാർത്താ സമ്മേളനം വലിയ രീതിയിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകിച്ചും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സ്കൂൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അഹങ്കാരവും വെല്ലുവിളിയും നിറഞ്ഞതാണ് ആ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത്. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.